നന്ദേട്ടാ, ഞാനാ ഇവരിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇവർക്കൊരു കുഴപ്പമില്ലെന്ന് വാക്ക് കൊടുത്തിട്ട്. അർച്ചന വാക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഇവനറിയാലോ. ഇവനോട് പറഞ്ഞല്ലേ ഇനി ഇവിടേക്ക് വരില്ലെന്ന്. ഏട്ടത്തി ഇവറ്റകൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞിട്ട് അർച്ചന ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളാരും അർച്ചനയെ ഇതിൽ കുറ്റപ്പെടുത്തണ്ട. അച്ഛാ, ഇവളിവിടെ രാവിലെ വന്നിട്ട് പോയതിന്റെ ബല അച്ഛൻ ഹോസ്പിറ്റൽ വരെ ആയത്. അതെന്താ അച്ഛാ മറന്നുപോയത്? ഇവരിവിടെ വരുന്നോറും പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അച്ഛാ. അതുകൊണ്ട് അച്ഛനായിട്ട് വിളിച്ചു വരുത്തിയവരെ അച്ഛനായിട്ട് എന്നെ പറഞ്ഞു വിടണം. ഇപ്പൊ എന്റെ ഏട്ടത്തിമാർക്ക് സമാധാനായോ? ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലാന്ന്. എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. ധനുഷിനോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പൊ നിനക്കായിരുന്നല്ലോ നിർബന്ധം. സാറേ, ഇന്നിവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പ്രശ്നങ്ങളെല്ലാം അവരായിട്ട് തന്നെ തീർക്കട്ടെ എന്ന് കരുതിയിട്ടാ. ഇത് പക്ഷേ വഷളാവുന്നതല്ലാതെ തീർപ്പാകുന്നില്ല. ഇപ്പൊ ഞാൻ സാറിന്റെ മകളുടെ ഭർത്താവാ. പക്ഷെ ഞാനിപ്പോ സാറിന്റെ മുന്നിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആ പഴയ ധനുഷായിട്ട് തന്നെയാ. നിന്റെ കുംഭസര വർത്തമാനം ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇവളെയും വിളിച്ചോണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. സന്ദീപേ, ധനുഷ് എന്നോടല്ലേ സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റാരും സംസാരിക്കണ്ട. ധനുഷ് പറയും. ഇവിടെയുള്ള ആരും തന്നെ എന്നെ സ്നേഹയുടെ ഭർത്താവായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും നിയമപരമായി ഞാൻ സ്നേഹയുടെ ഭർത്താവാണിപ്പോ. അതുകൊണ്ട് തന്നെ ഇവളെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരില്ലാത്ത എനിക്കിപ്പോ ആകെയുള്ളത് ഇവളാ. ഇനിയും പലരും പലതും പറയുന്നത് കേട്ട് എനിക്കിവളെ ഉപേക്ഷിക്കാനോ എല്ലാവരുടെയും മുന്നിൽ ഇവള് തലകുനിച്ച് നിൽക്കുന്നത് കാണാനോ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എന്നെ സ്നേഹിച്ച് കൂടെ വന്നു എന്നൊരു തെറ്റല്ലാതെ സ്നേഹം മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് വയ്യെന്നറിഞ്ഞപ്പോ വന്നതാ ഞങ്ങള്. ഇനിയും ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പോവാ സർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹേ, ഒന്നേ. ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടാ. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായമല്ല എനിക്ക്. ഇവരുടെ തന്നെയോ? എങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പം എവിടെ നിന്ന് ഇറങ്ങിപ്പോയാ അത് അച്ഛന് സഹിക്കാൻ പറ്റില്ല. അത് മറ്റാർക്കും മനസ്സിലായെങ്കിൽ എനിക്ക് മനസ്സിലാവും. അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും അതേ ഉള്ളൂ. അതും മക്കളും മരുമക്കളും കാരണം തന്നെ. അതിലൊരാൾ ഞാനും കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യം ഞാൻ അതേപടി അനുസരിക്കുന്നത്. ഈ കാര്യത്തില് ഞാനും അർച്ചനയുടെ ഒപ്പമാ. നിങ്ങള് തൽക്കാലത്തേക്കെങ്കിലും ഇവിടുന്ന് പോകരുത്. ഏട്ടത്തിമാരെന്തിനാ അവരെ തടയുന്നേ?
അവര് പോവാന്ന് പറഞ്ഞല്ലേ. എല്ലാവരും ചതിച്ചിട്ട് ഇവരെ. സന്ദീപേ നിർത്ത്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ നീ നിന്റെ ജീവിതം കൂടെ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കുടുംബത്തെ ഇവിടെയുള്ളവരും ചതിച്ചത് നീയല്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്നിട്ട് നിങ്ങളോടൊന്ന് അച്ഛൻ ക്ഷമിച്ചില്ലേ? അത് തന്നെ അച്ഛൻ ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാരും കൂടെ വാശി പിടിച്ച് അച്ഛനെ അപകടത്തിലാക്കാൻ ശ്രമിക്കരുത്. എനിക്കെത്ര പറയാനുള്ളൂ. എന്റെ മക്കളെക്കാൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ മരുമക്കളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് അപേക്ഷിക്കുക, അച്ഛന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണം. അച്ഛാ, അവസാന നിമിഷം ഒരിറ്റു വെള്ളം എന്റെ നാവിൽ തൊട്ടുവരാൻ നിങ്ങളെല്ലാവരും എന്റെ കൂടെ വേണം. അതാ എന്റെ ആഗ്രഹം. തമ്മിലടിച്ചും കലഹം ഉണ്ടാക്കിയും നിങ്ങൾ പിരിയരുത്. നന്ദ, ഞാൻ കഴിഞ്ഞാൽ ഈ കുടുംബത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് നീയാ. നിങ്ങൾ എതിർക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയും കുറച്ചു കാലം കൂടി അച്ഛൻ കാണും. അച്ഛാ, ആ സമയം വരെയെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തോടൊപ്പം നിന്നോളിടാ. അച്ഛാ, അത്രയ്ക്കും ഞങ്ങൾ ഇവളെ സ്നേഹിച്ചു പോയതുകൊണ്ടാ. ഇവരെല്ലാം എതിർത്തിട്ടും ഇവളുടെ കൂടെ നിന്നു ഞാൻ. എന്നിട്ടും ഒരു വാക്ക് പോലും അവൾ എന്നോട് പറഞ്ഞില്ല. അതൊന്നും മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകുന്നതല്ല അച്ഛാ. എങ്കിലും അച്ഛന്റെ വാക്കും തീരുമാനവും മാനിച്ചുകൊണ്ട് ഞങ്ങള് ഇതിന് സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. എല്ലാവരും അച്ഛന് വേണ്ടി മാത്രമാണ് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരുമായും ഇവക്ക് യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല. ധനുഷ് മുന്നേ താമസിച്ചിരുന്ന ഔട്ട് ഹൗസിൽ ഇവർക്ക് താമസിക്കാം. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നതെന്നല്ലേ ധനുഷ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നതിൽ പരാതി കാണില്ലല്ലോ. ഔട്ട് ഹൗസിൽ അവർ താമസിക്കട്ടെ. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഞങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. അതവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞ ഒന്ന് ആറി തണുക്കട്ടെ. അപ്പൊ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അത് സാരല്ല സർ. ഞാനും സ്നേഹയും ഔട്ട് ഹൗസ് താമസിച്ചോളാം. ആരെയും ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല. ഇനി കൂടുതൽ സംസാരിച്ച് എന്നെ സങ്കടപ്പെടുത്തരുത്. ധനുഷ് ഉൾപ്പെടെ എന്റെ മരുമക്കളുടെ സ്നേഹം എനിക്ക് ഇനിയും വേണം. അവന്തികേ, എന്താ ധനുഷിനും സ്നേഹിക്കും താമസിക്കാൻ ഔട്ട് ഹൗസ് റെഡിയാക്കി കൊടുക്കുക. ചെല്ല്.
നീ എന്താ ഈ കാണിക്കുന്നേ? നീ എന്നെ ചതിച്ചു. നിനക്ക് അവക്കം വേണ്ടി ഞാൻ മണിയറ ഒരുക്കണം അല്ലടാ. നീ കത്തി മാറ്റി. ഞാൻ കാര്യം പറയട്ടെ. നീ ഒരു പുല്ലും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. കൂടെ നിന്ന് നീ എന്നെ ഒറ്റി. എന്നിട്ട് കുറുക്ക് വഴിയിലൂടെ നീ നെല്ലിശ്ശേരിയിലെ മരുമാനാന്ന് നോക്കുന്നു അല്ലടാ. അരിഞ്ഞു കളയും നിന്നെ ഞാൻ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത്. നീ വീണ്ടും കള്ളം പറഞ്ഞെന്നെ പറ്റിക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞത് സത്യമാ. നീ എന്നെ വിശ്വസിക്കണം. ഈ വീടിനകത്തേക്ക് കയറാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്നേഹവിവാഹം കഴിച്ചത്. ഇത് നിനക്കും കൂടി വേണ്ടിയാ. ഒന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എടുത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഏയ് തീരെയില്ല. എന്തായാലും നടന്നല്ലോ, അത് തന്നെ ഭാഗ്യം. യഥാർത്ഥ സ്നേഹം എപ്പോഴാലും ഒന്നിക്കും അല്ലേ എടുത്തി? അതെ അതെ, ഒന്നിക്കും. അവന്തി എടുത്തി വേണം ഇനി ഞങ്ങളെ സഹായിക്കാൻ. അതിനുള്ള മനസ്സ് അവന്തി എടുത്തിക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഈ റൂം റെഡിയാക്കാൻ പറഞ്ഞപ്പോ എടുത്തി സമ്മതിച്ചത്. അതെ അതെ, ആ അതൊക്കെ ശരിയാ. പക്ഷേ ഞാനെങ്ങനെ നിങ്ങളെ സഹായിക്കും? അവന്തി എടുത്തിക്ക് അറിയാലോ, അച്ഛൻ എന്നോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ട്. എന്നെയും ധനുഷിനെയും വീടിനകത്ത് കയറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടന്മാരും അർച്ചനേട്ടത്തി സമ്മതിക്കില്ല. ഏട്ടത്തി വിചാരിച്ച കാര്യം നടക്കും. എങ്ങനെ? അവന്തികേട്ടത്തി നന്ദേട്ടനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ആ ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, അവന്തികേട്ടത്തി വിചാരിച്ച നടക്കും അല്ലേ ധനുഷ്? ധനുഷ് വാ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. അവന്തികേട്ടത്തി ബെഡ് ഇരിക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. ഞാനിതൊന്ന് വിരിച്ചോട്ടെ. ഞങ്ങളിവിടെ നിൽക്കുന്നതിന് ഏട്ടത്തിക്ക് എന്താ? അതൊന്നും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങ്. ഞാനിത് വിരിച്ചിട്ട് വിളിക്കാം. വാ. അർച്ചന, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഈ വിവാഹത്തിനെയും ധനുഷിനെയും ഏറ്റവും കൂടുതൽ എതിർത്തത് താനല്ലേ? എന്നിട്ട് താൻ തന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞ? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ സച്ചേട്ടാ. അച്ഛൻ അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ നീയല്ല അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഇത്രയൊക്കെ തടയാൻ നോക്കിയിട്ട് സ്നേഹധനുഷിനെ വിവാഹം കഴിച്ചു. എത്ര ഇഷ്ടമില്ലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. അത് അച്ഛൻ അംഗീകരിക്കുകയും ചെയ്തു. ആശുപത്രി വെച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ വയ്യാതിരിക്കുന്ന അച്ഛൻ്റെ വാക്ക് എനിക്ക് തള്ളിക്കളയാനായില്ല. അതുപോലെ അനുസരിക്കുന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. നിങ്ങളോട് ആരോടും പറയണ്ടെന്നും അച്ഛൻ തന്നെയാ പറഞ്ഞത്. കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും തൊലഞ്ഞു പോകട്ടെ എന്ന് കരുതിയതാ. അപ്പോഴാ ഇങ്ങനൊരു സംഭവം. അങ്ങനെ കൺമുന്നിൽ നിന്ന് മാറാൻ പാടില്ല സച്ചേട്ടാ. വയ്യാത്ത അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും എൻ്റെ മനസ്സിൽ മറ്റൊന്നുകൂടിയുണ്ട്. സ്നേഹയോടുള്ള ഇഷ്ടം കൊണ്ട് ധനുഷിനെ സ്നേഹയുടെ ഭർത്താവായി അച്ഛൻ അംഗീകരിച്ചുവെങ്കിലും നമുക്കതിന് ഒരിക്കലും പറ്റില്ലല്ലോ.
ധനുഷ് സ്നേഹ ഇഷ്ടപ്പെട്ടതും ഇപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്തതും എല്ലാം ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാ. അല്ലാതെ ആത്മാഭിമാനം നോക്കുന്ന ഒരുവനായിരുന്നു ധനുഷെങ്കിൽ ഒരിക്കലും ആര് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവിടേക്ക് വരില്ലായിരുന്നു. സ്വത്തുക്കൾ കണ്ടുള്ള ഈ വരവ് നല്ലതല്ല. പക്ഷേ പിന്നീട് അവനിതൊന്നും കിട്ടില്ലെന്നറിയുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് കിട്ടാതാവുമ്പോൾ, അവനെ പോലൊരു ക്രിമിനൽ എങ്ങനെ എന്തൊക്കെ ചെയ്യും നമുക്കറിയില്ല. അവനിൽ നിന്ന് നമ്മുടെ സ്നേഹമോളെ തിരിച്ചെടുക്കണമെങ്കിൽ അവനിവിടെ നമ്മുടെ കൺമുന്നിൽ തന്നെ വേണം. മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എങ്കിലും നിയമപരമായി അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാ. പോലീസും കോടതിയും നിയമവും എല്ലാം അവർക്കൊപ്പം നിൽക്കൂ. അതുകൊണ്ട് കാത്തിരിക്കാം നമുക്ക്. ഇവിടെ തന്നെ ഉള്ളപ്പോൾ നമുക്ക് അവസരം കൂടുതലായിട്ടും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവനെ നമുക്ക് ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ. സ്നേഹ, നീ അകത്തെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ക്ഷീണിച്ചു വന്നതല്ലേ, ചെല്. ശരി. നിക്കടാ അവിടെ. അവളുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിച്ച് സുഖിക്കാന്ന് നീ വിചാരിക്കണ്ട. ഇതിനകത്ത് എന്ത് നടന്നാലും അത് ഞാൻ അറിയും. അതിനുള്ള ഒളിക്യാമറകളൊക്കെ ഞാൻ ഈ മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. നിനക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. നിന്നോട് കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പക്ഷേ എനിക്കിപ്പോ തന്നെ പഴയതുപോലെ വിശ്വാസമില്ല. അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും പാടില്ല, മനസ്സിലായോ? അങ്ങനെ എന്തേലും കൺമുന്നിൽ കണ്ട നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഒന്ന് വന്നേ. ചെല്ല്. ധനുഷെന്തേ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, നീ എന്തിനാ വിളിച്ചത്? വിളിച്ചതോ? അത് എനിക്കൊരു മുത്തുകോ വേണം. നീ ആദ്യം പോയി കുളിക്ക. കുളിക്കാം, അതിനിയും സമയമുണ്ടല്ലോ. ദേഹത്തപ്പടി വിയർപ്പ് നാറ്റുവാ. നീ പോയി കുളിക്കും. പോയി കുളിക്കും. എനിക്ക് കുളിക്കാനൊന്നും വയ്യ. ഞാൻ ഒരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ.